തഹാവൂർ ഹുസൈൻ റാണ, പാക് കനേഡിയൻ ബിസിനസ്സുകാരൻ, മുൻ മിലിറ്ററി ഡോക്ടർ, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി. രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷം തഹാവൂർ റാണയെ അമേരിക്കയിലെ ജയിലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ NIAക്ക് ചില സുപ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ കൊച്ചി സന്ദർശിച്ചത് എന്തിനെന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. ചിലരെ കാണാനായിരുന്നു കൊച്ചിയിലെത്തിയതെന്നാണ് സൂചന. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് റാണ കൊച്ചിയിലേക്ക് എത്തിയത്. തഹാവൂർ ഹുസൈൻ റാണ എന്ന പേരിൽ തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് 3-4 ദിവസം തങ്ങി. താജ് ഹോട്ടലിലായിരുന്നു താൽപ്പര്യം. ചില തീവ്രവാദ ബന്ധമുള്ള മലയാളികളും റാണയെ കണ്ടെന്ന് സൂചനയുണ്ട്. അതിനുശേഷമാണ് കേരളത്തിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമായതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നിന്നുള്ള എന്തെങ്കിലും സഹായം മുംബൈ ആക്രമണത്തിന് തഹാവൂർ റാണയ്ക്ക് ലഭിച്ചോ എന്നതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നതും NIAയുടെ പരിഗണനയിലുണ്ട്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആരെയാണ് കണ്ടതെന്ന് റാണ മൊഴി നൽകിയാൽ അവരെ NIA അറസ്റ്റ് ചെയ്തേക്കുമെന്നതാണ് വസ്തുത. എന്തായാലും രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിൽ നീതി നടപ്പാക്കുന്നതിലെ ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കൈമാറ്റം എന്നതാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കോടതി നടപടികൾക്ക് ശേഷം ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് തഹാവൂർ റാണയെ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു NIAയുടെ ആവശ്യം. NIA ആസ്ഥാനത്ത് വെച്ച് തന്നെയാകും റാണയെ NIA സംഘം ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ഉന്നത സംഘം നിരീക്ഷിക്കുമെന്നും സൂചനയുണ്ട്. ചോദ്യം ചെയ്യലിനായി 12 പേരുടെ സംഘത്തെയാണ് NIA നിയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30ഓടെ പ്രത്യേക സൈനിക വിമാനത്തിലാണ് US-ൽ നിന്നും റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ചാർട്ടേഡ് ബിസിനസ് ജെറ്റിലാണ്. ആഡംബരപൂർണമായ ഇന്റീരിയറുകൾക്കും ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾക്കും പേരുകേട്ട ഒരു സൂപ്പർ മിഡ് സൈസ് അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റായ ഗൾഫ് സ്ട്രീം G550യിലാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വിയന്ന ആസ്ഥാനമായുള്ള ഒരു ചാർട്ടർ സർവീസിൽ നിന്നാണ് വിമാനം വാടകയ്ക്കെടുത്തത്. 2013 നിർമ്മിച്ച ഗൾഫ് സ്ട്രീം G550 വിമാനത്തിൽ 19 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാം. ആഡംബരത്തിന് പേരുകെട്ട വിമാനത്തിൽ 9 ദിവാൻ സീറ്റുകളും 6 കിടക്കകളുമുണ്ട്. വയർലെസ് ഇന്റർനെറ്റ്, സാറ്റലൈറ്റ് ഫോൺ കണക്ടിവിറ്റി എന്നിവയും ഇതിലുണ്ട്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് അമേരിക്കൻ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ 2:15ഓടുകൂടിയാണ് വിമാനം പുറപ്പെട്ടത്. ആദ്യം റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലേക്ക് ഇറക്കി. 11 മണിക്കൂറോളം ബുക്കാറസ്റ്റിൽ തുടർന്ന ശേഷമാണ് വിമാനം ഡൽഹി ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ പ്രാദേശിക സമയം 6:15ഓടെ പുറപ്പെട്ട വിമാനം കനത്ത സുരക്ഷയോടെയാണ് ഡൽഹിയിലേക്ക് ഇറക്കിയത്. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന തഹാവൂർ രാജ്യതലസ്ഥാനത്തെത്തിയതോടെ അതീവ സുരക്ഷയിലാണ് ഡൽഹി ഒന്നാകെ. 1961 ജനുവരി 12-ന് പാകിസ്ഥാനിലെ ചിച്ചാവത്നിയിലായിരുന്നു തഹാവൂർ റാണ ജനിച്ചത്. ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം. വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ബിസിനസ് രംഗത്തേക്ക് ചുവടുമാറ്റം. ഒരു ഇമിഗ്രേഷൻ സേവന സ്ഥാപനമാണ് റാണ നടത്തിയിരുന്നത്. ലഷ്കർ-ഇ-തോയ്ബയുമായും ISIയുമായും റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സഹായം ചെയ്തതും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകിയതും റാണയായിരുന്നു. ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ വിസ സംഘടിപ്പിച്ച് നൽകിയതും റാണയുടെ സ്ഥാപനം തന്നെയായിരുന്നു. ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന വ്യാജേനെ മുംബൈയിൽ ഒരു സ്ഥാപനവും റാണയുടെ സഹായത്തിൽ ആരംഭിച്ചു. പിന്നീട് ലഷ്കർ-ഇ-തോയ്ബ ആക്രമിച്ച സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി പ്രവർത്തിച്ചതും ഈ സ്ഥാപനമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഹെഡ്ലിയുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ച് റാണയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. മാത്രമല്ല, ആക്രമണങ്ങളെ റാണ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ നിന്ന് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലെ റാണയുടെ പങ്കും വ്യക്തമായിരുന്നു. ആക്രമണത്തിന്റെ ഭാഗമായ ISI പ്രവർത്തകനായ മേജർ ഇക്ബാലുമായും റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന കുറ്റത്തിന് 2009 ഒക്ടോബറിലാണ് ചിക്കാഗോയിൽ വെച്ച് റാണയെ FBI അറസ്റ്റ് ചെയ്യുന്നത്. ഡാനിഷ് പത്രമായ ജില്ലാൻസ് പോസ്റ്ററിനെതിരായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആക്രമണത്തിന് സഹായം ചെയ്തതിന് 2011 റാണയ്ക്കെതിരെ ശിക്ഷ വിധിച്ചു.
എന്നാൽ മുംബൈ ആക്രമണവുമായി നേരിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ നിന്ന് റാണയെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. അധികാര പരിമിതികൾ മൂലമായിരുന്നു അമേരിക്കൻ കോടതിയുടെ ഈ നടപടി. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലുൾപ്പെടെയുള്ള റാണയുടെ പങ്ക് ചൂണ്ടിക്കാട്ടി 2020 ഇന്ത്യ റാണയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയ്ക്ക് അപേക്ഷ നൽകിയത്. റാണയ്ക്കെതിരായ തെളിവുകളും രാജ്യം കൈമാറി. കൈമാറ്റം തടയാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അപ്പീലുകളുമായി റാണയും രംഗത്തെത്തി. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനമായി. അമേരിക്കയിലെ ഫെഡറൽ കോടതികളിൽ നൽകിയ അപേക്ഷകളും തള്ളിയതോടെ റാണ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ അപേക്ഷയും കോടതി തള്ളുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് റാണയുടെ ഏറ്റവും ഒടുവിലത്തെ ഹർജിയും സുപ്രീം കോടതി തള്ളിയത്. ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിൽ കഴിയുകയായിരുന്നു 64-കാരനായ റാണ. കസ്റ്റഡിയിൽ വാങ്ങാൻ ഏപ്രിൽ 6 ഇന്ത്യയിൽ നിന്നുള്ള സംഘം അമേരിക്കയിലേക്ക് എത്തിയത്. ദേശീയ അന്വേഷണ ഏജൻസിയിലെ 3 മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ടായിരുന്നു. കസ്റ്റഡി കാലാവധിക്ക് ശേഷം തീഹാർ ജയിലിലാകും റാണയെ പാർപ്പിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കനത്ത സുരക്ഷയാണ് കോടതി പരിസരത്തുൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതേസമയം തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് NIA അറിയിച്ചു. ദൗത്യം പൂർത്തിയാക്കാൻ NSG, US സ്കൈ മാർഷൽ അടക്കമുള്ളവരുടെ സഹായം ലഭിച്ചുവെന്നും NIA പറഞ്ഞു. തഹാവൂർ റാണയുടെ വരവിന് മുന്നോടിയായി ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ ലോസ് ഏഞ്ചൽസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. അസുഖബാധിതനായ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നും ഇന്ത്യയിലെത്തിയാൽ താൻ മതത്തിന്റെ പേരിൽ പീഡനത്തിനിരയാകുമെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും റാണ US സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിലും ഈ വിഷയം ചർച്ചയായി. 2008 മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നതും. ഡേവിഡ് കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതിനിടയിലാണ് റാണ പിടിയിലായത്. 64-കാരനായ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തി. ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷമാണ് തഹാവൂർ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തിയത്. തഹാവൂറിന്റെ ഒരു ചിത്രവും NIA പുറത്തുവിട്ടിരുന്നു. പട്യാല ഹൗസ് കോടതി പ്രത്യേക NIA ജഡ്ജി ചന്ദ്രജിത്ത് സിംഗിന് മുന്നിൽ ഹാജരാക്കിയ റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അതീവ സുരക്ഷയിൽ ഇന്നലെ രാത്രി 10:30-യോടെയാണ് റാണയെ കോടതിയിലേക്ക് എത്തിച്ചത്. പുലർച്ചെയോടെയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. 20 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു NIA ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദ്ര മാനിനെ നിയോഗിച്ചിരുന്നു. NIA പ്രതിനിധീകരിച്ച് സീനിയർ അഭിഭാഷകൻ ദയാൻ കൃഷ്ണൻ ഹാജരായി. ഡൽഹി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പീയൂഷ് സച്ദേവാണ് തഹാവൂർ റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. കുറ്റപത്രം നൽകി 14 വർഷത്തിനു ശേഷമാണെങ്കിലും റാണയെ വിട്ടുകിട്ടിയത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വിശ്വസ്തനാണ് റാണ. മുംബൈ ഭീകരാക്രമണം നടന്ന് പിറ്റേ വർഷമാണ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലാകുന്നത്. 1 വർഷത്തിനു ശേഷം NIA ഇയാളെ ചോദ്യം ചെയ്തു. ലോക്നാഥ് ബെഹ്റയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 10 ദിവസം ഇതിനായി അമേരിക്കയിൽ തങ്ങി. ജയിലിലെത്തി 72 മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിനോട് ഹെഡ്ലി സഹകരിച്ചതായി ബെഹ്റ വ്യക്തമാക്കിയിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ ഹെഡ്ലിക്കൊപ്പം റാണയുടെ പങ്കിനെക്കുറിച്ചും NIAക്ക് അന്ന് ചില സൂചനകൾ കിട്ടിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യും വിവരം കൈമാറി. ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയതും റാണയായിരുന്നു. എന്തായാലും കേരളത്തിൽ കൊച്ചിയിലേക്ക് എന്തിന് റാണ എത്തി എന്നുള്ള കാര്യമടക്കം NIA പരിശോധിക്കും. വിശദമായ ചോദ്യം ചെയ്യലും നടത്തും. കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരുകൾ കണ്ടെത്താനും ഭീകരാക്രമണത്തിന് രാജ്യത്തിനുള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം റാണയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം NIA ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഭീകരരടക്കം 174 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ച മലയാളി സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സൈനികരിന്നും രാജ്യത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.